ചായ വന്നാലും കഴിക്കാൻ. നമസ്കാരം. കുറെ നേരമായിട്ട് നമ്മൾ ഇരിക്കുക, നമ്മൾ അങ്ങോട്ട് സംസാരിക്കുന്നില്ല. പുള്ളിക്ക് സംസാരിക്കാൻ താല്പര്യം. ഹലോ, നമസ്കാരം. ഹലോ, What is your name, please? Jobin. 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 Name is Alex. 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 Okay. എവിടെ പോയി? ഞാൻ ബാംഗ്ലൂര്. ബാംഗ്ലൂരാ? ബാംഗ്ലൂർ വേണോ? ബാംഗ്ലൂർ ഞാനും പോയി. ബാംഗ്ലൂരാ? നിങ്ങൾ ഞാനും ബാംഗ്ലൂരാ പോയി. ഇപ്പൊ പറഞ്ഞു പിടിച്ചു വന്നപ്പോൾ രണ്ടുപേരും ഒരു സ്ഥലത്തേക്ക് പോയി. ബാംഗ്ലൂർ എവിടെ പോയി? ഞാൻ അണ്ണാനഗർ. അണ്ണാനഗറിലാ പോയി? എന്റെ ഇത് പോയിക്കേ. ബാംഗ്ലൂർ പോയെന്ന് പറഞ്ഞു. ബാംഗ്ലൂർ പോയത് അണ്ണാനഗറിൽ പോയി. അണ്ണാനഗർ ഞാനും അണ്ണാനഗറിലാ പോയി. തീർച്ചയായിട്ടും അണ്ണാനഗറിലാ പോയി. അപ്പൊ നമ്മ ഒരുമിച്ച് പോയല്ലേ? ഒരുമിച്ച് ഒരിടത്തോട്ട് പോയി. ഓരോടത്തേക്ക് പോയി. ആരെ കാണാൻ പോയിരുന്നു? ഞാൻ അപ്പൊ എന്റെ വീടിന്റെ പണി നടക്കണേ. അപ്പൊ എന്റെ എഞ്ചിനീയറെ കാണാൻ വേണ്ടി പോയതാ. ബോംബെ പ്ലസൻ അണ്ണാനഗറില്, ബാംഗ്ലൂര്. എന്റെ പൊന്നു ചേട്ടാ, കേട്ടാ ഇത് നോക്കിയേ. ബാംഗ്ലൂർ പോയി, അണ്ണാനഗർ പോയി, ഇതൊക്കെ നമ്മൾ ചോദിച്ചോ. ഇതിപ്പോ നോക്കിയാ ബോംബെ പ്ലസിനെ കാണാൻ പോയല്ലേ എഞ്ചിനീയർ? ഞാനും ബോംബെ പ്ലസിനെ കാണാൻ പോയ. എന്റെ പൊന്നളി, അപ്പൊ നമ്മൾ ഒരുമിച്ച്. എന്റെ എപ്പോഴായിരുന്നു? ഏത് സമയത്ത്? 10 മണിക്കാണോ? ഞാനും 10 മണിക്കാണോ? പൊന്നെ, അത് ഭയങ്കര ഇതായി പോലെ ഒരു നിമിത്തമുള്ളു. ഭയങ്കര പോട്ടെ. ഇവിടെ കേരളത്തോടെ? ഞാൻ കേരളത്തില് എറണാകുളത്ത് മറ്റേ പനമ്പള്ളി നഗർ. എന്റെ ചങ്ങാതി, ഞാനും എറണാകുളത്ത് പനമ്പള്ളിനഗറിൽ തന്നെ താമസിക്കുന്നത്. സത്യം, ഞാനും എറണാകുളം പനമ്പള്ളിനഗറിൽ പറഞ്ഞു പിടിച്ചു വന്നപ്പോഴത്തെ രക്തത്തോട് രക്തം കൂടും പോലെ. ഇത് കേട്ടാ? എല്ലാം കറക്റ്റാണ്. ബാംഗ്ലൂര്, അണ്ണാനഗർ, അതുപോലെ പ്ലസൻ, അപ്പൊ പനമ്പള്ളി നഗർ എല്ലാം കറക്റ്റായി പോയി. ചുമ്മാ മിണ്ടാണ്ടി. അതാണ് നമ്മൾ ഇപ്പൊ ട്രെയിനെ കയറി കഴിഞ്ഞാൽ നമ്മൾ മിണ്ടി പറഞ്ഞിരിക്കാം. നല്ലൊരു പരിചയം വരും. ഞാൻ ചോദിക്കട്ടെ, പനമ്പള്ളി നഗറിൽ എവിടെ താമസിക്കുന്നത്? എവിടെ താമസിക്കുന്നത്? പനമ്പള്ളി നഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ മറ്റേ ഏറ്റവും വലിയ ബിൽഡിംഗ് ഇല്ലേ, ഫ്ലാറ്റ്, അതിനകത്ത് 32ാം നിലയില് മറ്റേ ഡിസ്റ്റാൻഡിനൊക്കെ പിടിപ്പിച്ചാണ്. മറ്റേ കൊടകള് അവിടെ ഞാൻ താമസിക്കുന്നത്. എന്താ ഞാനും അവിടെ തന്നെയാണ്. ഞാനും ആ ഫ്ലാറ്റിൽ തന്നെ. സത്യമായിട്ട് ഞാനും ആ ഫ്ലാറ്റിൽ തന്നെ പറഞ്ഞില്ലേ? നമ്മുടെ സെക്കൻഡ് സ്ട്രീറ്റിലെ രണ്ടാമത് കണ്ട ഫ്ലാറ്റ്, അതിനകത്തല്ലേ ഞാൻ താമസിക്കണേ. ഏത് റൂമാന്ന് പറ. ഏത് റൂമാണ്? 33. നോണ പറയല്ലേ? A33 ഞാൻ താമസിക്കുന്ന റൂം. A33 ഞാൻ താമസിക്കണേ. ഞാൻ A33 പൊന്നളിയാ, ഞാൻ സമ്മതിച്ചു. കുറെ നേരമായി നിങ്ങൾ ഒരേ സ്ഥലത്തുള്ളവർ, ഒരേ നാട്ടുകാർ, ഒരേ വീട്ടുകാർ, ഒരേ ഫ്ലാറ്റിൽ ഒന്നിച്ച് ഒരു റൂമിൽ ഒന്നിച്ച് കഴിയണവര്, എന്നിട്ട് ഇവിടെ വന്നിട്ടാണോ പരിചയപ്പെടുന്നത്? അതെ, ട്രെയിനെ വെച്ച് ഞങ്ങൾ അച്ഛനും മകനും പല തമാശയും പറയും. അത് ചോദിക്കാൻ നീ രാവിലെ ഞാൻ അങ്ങ് പോകുമ്പോ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ തിരിച്ചു വരുമ്പോഴും ഇവിടെ ഉണ്ട്. എന്താ കേസ്? എന്താ എടാ, എന്റെ പൊന്നിയായിട്ടൊന്നും പറയണ്ട. എടാ, ടെൻഷൻ കാരണം വീട്ടിലും കയറാൻ മേലെ നാട്ടിൽ നടക്കാൻ മേലെ. എന്താ നിനക്ക് ഇത്ര ടെൻഷൻ ഉണ്ടാ? കാര്യം നിന്റെ പെങ്ങന്മാരുടെ കല്യാണം ഒക്കെ കഴിഞ്ഞു. അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ടെൻഷൻ. എന്താ കാര്യം എന്താന്ന് പറയണത്? എടാ, എന്റെ മൂത്ത പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നിനക്കറിയില്ല, 10 വർഷമായി. 10 വർഷമായിട്ട് എന്റെ മൂത്ത പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു. അതൊക്കെ എനിക്കറിയാം. എടാ, ഇതുവരെ പിള്ളേരില്ലടാ അവർക്ക്. ആ പിള്ളേരില്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടർമാരെ പോയി കാണാൻ ആർക്കാ കുഴപ്പമൊന്നും മരുന്ന് മേടിക്കണം. ഡോക്ടർമാരെ മുഴുവൻ കാണിച്ച്, അമ്പലങ്ങൾ മുഴുവൻ വഴിപാട് നടത്തി. ഇതുവരെ അവർക്ക് പിള്ളേരുണ്ടായിട്ടില്ല. ഇത് എന്താ കാരണം എന്താണെന്നാ? അവളുടെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ അവളുടെ ഭർത്താവ് അവളെ പെരക്കകത്തെടുത്ത് വാതിലടച്ചിട്ട് അവൻ പുറത്തിറങ്ങി കാവലി നിൽക്കടാ. അതെന്താ കാര്യം എന്താണെന്നാ? അവൻ ATM സെന്ററിലെ വാച്ച്മാനാണല്ല. അത് ശരി. പിന്നെ അങ്ങനെ പിള്ളേരുണ്ടാവും. നിന്റെ രണ്ടാമത്തെ പെങ്ങളുടെ കേസാ? രണ്ടാമത്തെ പെങ്ങളുടെ കേസ് എനിക്കറിയാല്ല. അവളെ കല്യാണം കഴിച്ചേക്കുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരൻ, നല്ല പയ്യനാണ്. അവളാണെങ്കിൽ ക്രിക്കറ്റേ ഭ്രാന്തെന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഞാൻ അന്നേ എന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കാരെ കൊണ്ട് പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് കൊടുക്കരുതെന്ന്. അതെന്താ നീ പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞപ്പോ കല്യാണം കഴിച്ചിട്ട് എന്താ കുഴപ്പം? കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ എന്താ കുഴപ്പമെന്നാ? എടാ, ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോ ഈ ക്രിക്കറ്റ് കളിക്കാരനായ എന്റെ അളിയൻ വന്നിട്ട് എന്നോട് പറയാണ് സിംഗിൾ അടിച്ചു. 4 പിള്ളേരുണ്ടായി കഴിഞ്ഞപ്പോ എന്റെ അളിയൻ ഈ വീട്ടിൽ വന്നിട്ട് എന്നോട് പറയാണ് 4 അടിച്ചെന്ന്. അത് സാമാന്യ മര്യാദ. 6 പിള്ളേരുണ്ടായപ്പോ അവൻ പറഞ്ഞു കിടക്കാണ് 6 അടിച്ചെന്ന്. ഇപ്പൊ പെങ്ങള് പേടിച്ചരണ്ടത് വീട്ടിൽ വന്ന് കട്ടലിന്റെ കടി ഒളിച്ചിരിക്കുകയാണ്. അതെന്താ കാര്യം? എന്ത് പറ്റിയെന്നാ? എടാ, ഇപ്പൊ എന്റെ അളിയൻ പറഞ്ഞോണ്ട് കിടക്കാണ് സെഞ്ചുറി അടിക്കണം. നീ ആ പെങ്ങളെ ഏതെങ്കിലും പെട്ടിക്കകത്ത് വെച്ച് പൂട്ടാൻ നോക്കാം, അതാ നല്ലത്. പിന്നെ ഇപ്പൊ നിന്റെ മുഖത്തന്നെ ഒരു വല്ലായ്മ എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലൊരു ബീക്കോംകാരി പെങ്ങളുണ്ടല്ലോ. ഉണ്ട്. ഏറ്റവും പെങ്ങള് അവള് പ്രസവിച്ച്. പെങ്ങള് പ്രസവിച്ച് സന്തോഷിക്കല്ല വേണ്ടത്. സന്തോഷിക്കണെന്നാ? എടാ, എങ്ങനെ സന്തോഷിക്കും? അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ല. ജോസൂട്ടി, ഞാൻ സ്റ്റാൻഡിലുണ്ട്. ഓക്കെ, അവരെ സിമെന്റ് കയറ്റി. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് കൊല്ലത്തുണ്ട്. ചേട്ടാ, നീ പറ. ഓക്കെ ഓക്കേടാ. ഓക്കെ. ഹലോ, എന്താ
കൊല്ലമാണോ അത്? ഇത് കൊല്ലം. കൊല്ലാണോ? പിന്നെ. ആ ആയിക്കോട്ടെ. ഞാൻ കൊല്ലാണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാൽ. കൊല്ലത്തേരനല്ലേ? അല്ലല്ല, ഞാൻ തലശ്ശേരിക്കാരനാണ്. തലശ്ശേരിയാണോ? അതെ. ഇവിടെ എന്താ വന്നത്? ഞാൻ വെറുതെ വേറൊരാളെ കാണാൻ വന്നത്. ആ ശരി. അപ്പൊ തലശ്ശേരി കൊല്ലത്ത് അപ്പൊ ഞങ്ങൾ ഓട്ടോറിക്ഷ രാത്രി ഓട്ടോറിക്ഷ ഇനിയിപ്പോ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ. കൊല്ലത്ത് വന്ന് ഇറങ്ങിയില്ലേ? തലശ്ശേരി വന്നല്ലേ? അതെ ഞാൻ കൊല്ലത്തേരാണ്. അതെ, ഒരു കാർ വിളിച്ചാൽ മതി. ശരി വേണോ പോലെ? അല്ല പോലെ എന്താണ് നമ്മുടെ നാട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പോകാം. ചായ വേണ്ട, ഞാൻ ചായ കുറച്ച് മുമ്പ് കഴിച്ചോളൂ. അല്ല അതല്ലേട്ടാ, നമ്മുടെ നാട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ നമുക്കൊരു മര്യാദ ഉണ്ടല്ലോ. എനിക്കൊരു മര്യാദ, ഞാൻ കൊല്ലത്തേരാണല്ലോ. ചേട്ടൻ തലശ്ശേരി. അതെ അതെ. ചേട്ടൻ തലശ്ശേരി കൊല്ലത്തുനിന്ന് ഇറങ്ങുമ്പോൾ നമുക്കൊരു മര്യാദ ഉണ്ടല്ലോ. രാത്രിയല്ലേ? ഒരു ചായ എടുത്തോ. എനിക്ക് വേണ്ടാത്തോണ്ട് ഒരു ചായ പ്ലീസ്. അല്ല വേണ്ട, എനിക്ക് ചായ എന്റെ സന്തോഷം. ചായ വേണ്ടാത്തോണ്ട് അങ്ങനെ പറയല്ലേ. ചായ വേണ്ടാത്തോണ്ട് പ്ലീസ് അങ്ങനെ പറയല്ലേട്ടാ. ചായ വേണ്ടാത്തോണ്ടെന്ന് പറഞ്ഞാൽ ഒരു ചായ കുടിച്ചിട്ട് പോയേട്ടാ. എനിക്ക് ചായ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ കേസോട്ടെ. ഞാൻ കൊല്ലത്തുനിന്ന് തലശ്ശേരി വന്നിറങ്ങി. നിങ്ങൾ തലശ്ശേരി പിന്നെ കൊല്ലത്തുള്ള ആള്, ഞാൻ തലശ്ശേരി വന്ന ആള്. നിങ്ങൾ ചായ കുടിക്കാൻ എനിക്ക് ചായ വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താണ് ഇതിനകത്ത്? അതല്ല, എനിക്ക് ചായ വേണ്ട. അത് ചായ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുടിക്കുമല്ലോ. അല്ല ഒരു കാര്യം ചോദിച്ചോ. ഹലോ 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 ഒരു ചായ കുടിച്ച് പോകുന്ന. ഹലോ 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 എന്താ പ്രശ്നം? എന്താ ഒരു ചായ കുടിച്ച് പോകുന്ന. ചായ വേണ്ടെന്ന് പറഞ്ഞില്ല. ഒരു ചായ കുടിച്ച് പോകുന്നേ. ഹലോ ഹലോ എന്റെ നാട്ടിൽ വരുമ്പോ ഒരു ചായ കുടിച്ച് പോയതാ. ഒരു ചായ കുടിച്ച് പോയതാ. ചേട്ടാ ചേട്ടാ എന്താ ചേട്ടാ പ്രശ്നം? കേക്കട്ടെ, ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്ന അതിരില്ലേ? ഒരു കേസോട്ടെ. ഞാൻ കൊല്ലത്തുകാരൻ, ഞാൻ ഈ നാട്ടുകാരൻ, ഈ നാട്ടുകാരൻ, പുള്ളിക്കാരൻ തലശ്ശേരിക്കാരൻ. പുള്ളി തലശ്ശേരിന്ന് കൊല്ലത്ത് നമ്മുടെ നാട്ടിലൊന്ന് ഇറങ്ങി. ഞാനൊരു ചായ കുടിക്കാൻ ഞാൻ പൈസ കൊടുത്തോളാന്ന് പറഞ്ഞു. ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് പുള്ളി കുടിക്കൂല. കുടിക്കണില്ല ചേട്ടാ, അയാൾ സ്നേഹത്തോടെ പറഞ്ഞ കാര്യമല്ലേ. ചേട്ടന് ചായ കുടിക്കാൻ പാടില്ല. എനിക്ക് ചായ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ചായ കുടിക്കാത്ത എന്നോട് പിന്നെ ചായ കുടിക്കാൻ പറയാൻ കുടിക്കൂ? ചേട്ടാ, ചായ കുടിക്കാത്ത ആളോട് ചായ കുടിക്കാൻ നിർബന്ധിക്കുന്നത് ശരിയല്ല. അപ്പൊ നിങ്ങൾ രണ്ടും അങ്ങോട്ട് മാറി പറയല്ലേ. ഞാൻ വിഷം വല്ല കളിക്ക് കൊടുക്കോ ചായയില്? അതില്ല. എന്റെ ഒരു മര്യാദ അനുസരിച്ച് ഞാൻ കൊല്ലത്ത് വന്നിപ്പോ എന്റെ നാട്ടിൽ വന്നിറങ്ങിയപ്പോ പുള്ളിക്കാർ ചായ കുടിക്കാൻ പറഞ്ഞു. അത് തെറ്റാണോ? ചേട്ടാ, ഒരു മര്യാദ അനുസരിച്ച് പറഞ്ഞല്ലോ ഒരു ചായ കുടിക്കാനായിട്ട്. അപ്പൊ ചായ കുടിക്കണ മര്യാദ. അല്ല, ഇയാൾ ചായ കുടിക്കാൻ പറഞ്ഞു, ഞാൻ ചായ കുടിക്കണമെന്ന് പറഞ്ഞു. അല്ല, ഇതൊക്കെ ചോദിക്കാൻ താനാരാ കുറെ നേരമായിട്ട്? എന്താണ് തനിക്കെന്നാ പ്രശ്നം? തനിക്കെന്നാ പ്രശ്നം? ഇയാൾ ചായ കുടിക്കാൻ പറഞ്ഞു, ഞാൻ ചായ കുടിക്കണമെന്ന് പറയും. അപ്പൊ താനെന്താണിത്?